അങ്ങനെ എൻ്റെ കുഞ്ഞമ്പാടിയുടെ ആദ്യത്തെ ഓണാണ് കേട്ടോ, പ്രാവശ്യത്തെ ഓണം. അപ്പോൾ അത് അച്ഛൻ വീട്ടിൽ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ചില കാരണങ്ങളാൽ. അപ്പോൾ അത് ഞങ്ങളത് അമ്മ വീട്ടിലാണ് പ്രാവശ്യത്തെ ഓണം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ആഘോഷിക്കണത് കേട്ടോ. പിന്നെ പിള്ളേർ രണ്ടുപേരും അച്ഛൻ വീട്ടിലേക്ക് അച്ഛൻ്റെ കൂടെ ഇന്നലെ രാത്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഓണസദ്യക്ക് നമ്മൾ എല്ലാവിധ ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഒന്നും കുറച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാ സദ്യകളും ഉണ്ടാക്കി. പിന്നെ അനിയത്തിക്ക് ഒരു 8ന്റെ മണി കൊടുത്തു എന്ന് പറയാന്ന് വെച്ചാൽ കല്യാണം ഉറപ്പിച്ചിരിക്കണം. അപ്പൊ ഇനി കല്യാണം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല എന്ന് പറയണേക്കാൾ നല്ലതിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണമെന്ന് വെച്ചിട്ട് അവൾക്കാണ് ഒരുവിധം ഓണത്തിന് സദ്യ ഉണ്ടാക്കാനുള്ള പരിപാടി കൊടുത്തത്. അപ്പൊ അവൾക്ക് അറിഞ്ഞിരിക്കണം എന്ന് വെച്ചിട്ട് അവളെ കൊണ്ടാണ് ഒരുവിധം ഫുഡ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടാ. ഇനി ആ സമയത്ത് ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോൾ ഒരുവിധം നല്ലൊരു കാര്യമല്ലേ. അപ്പം എന്തായാലും അടുത്ത വർഷം അവൾക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ ഉണ്ടാക്കാമല്ലോ ഇനി. അപ്പോൾ അതുകൊണ്ട് ഇത്തവണത്തെ 8ന്റെ മണി ഞാൻ അവൾക്കാണ് ഇട്ടൊക്കെ കൊടുത്തത്, വേറെ ഒന്നും വിചാരിക്കേണ്ട. അപ്പോൾ ഇതാ എല്ലാവരും കൂടിയിട്ട് ഇതാ ഓണസദ്യ കഴിക്കാൻ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അമ്പാടി ആണെങ്കിലോ ആ കറക്റ്റ് സമയത്ത് തന്നെ വാശി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്ന കറക്റ്റ് സമയത്ത് നമ്മൾ അമ്പാടി വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അച്ഛന് ചെറിയൊരു വിഷമമുണ്ട്, കാരണം ഞാനും അനിയത്തി ഇത്ര ദിവസം വീട്ടിൽ ഉണ്ടായിരുന്നു. അനിയത്തി ഉത്രാടത്തലേന്ന് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവർക്ക് അവരെ വീട്ടിലേക്ക് പോകണ്ടേ, അവർക്ക് തന്നെ അവരെ കുട്ടികൾക്ക് അവരെ അച്ഛൻ വീട്ടിലിരുന്ന് ഓണം ആഘോഷിക്കേണ്ട. അപ്പം അച്ഛൻ പറയണ്ടത് എത്രയൊക്കെ നോക്കിയായിട്ടും കാര്യമില്ല, ഓരോ വിശേഷ ദിവസങ്ങളായി അവർ വീട്ടിൽ പോകും. അപ്പം അതിൻ്റെ ഒരു പരിഭവവും കാരണത്തിലാണ് നമ്മുടെ അച്ഛൻ ഫുഡ് കഴിക്കാതിരിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമില്ലായ്മ മുഖത്ത് നമുക്ക് വീഡിയോയിൽ എന്തായാലും കാണുന്നതാണ്. നമ്മളും ആ പ്രായമൊക്കെ കഴിഞ്ഞാലാണ് അതിൻ്റെ എത്രത്തോളം ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടെന്ന് നമുക്കറിയുള്ളൂ. അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം ഇങ്ങനത്തെ അച്ഛന്മാരെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്മാരും ഇതേപോലത്തെ അച്ഛന്മാരാണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേട്ടാ. കാരണം വേറെ നല്ല തിരുവോണത്തിൻ്റെ മക്കൾ വീട്ടിലില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടിലാണ് മറ്റേ അച്ഛൻ ഇരിക്കുന്നത്. 2 മക്കൾ വീട്ടിലുണ്ട്, പക്ഷെ ഒരാളില്ല. അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. സാധാരണ തിരുവോണത്തിൻ്റെ അന്ന് കെട്ടിച്ച് വിട്ട് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ വീട്ടിലായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇപ്രാവശ്യം വിട്ട് ഞാൻ വീട്ടിലുള്ളതുകൊണ്ടും അവൾ തലേ ദിവസം വീട്ടിൽ നിന്ന് പോയതുകൊണ്ടുള്ള വിഷമാണ് ആ മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് പോട്ടെ. ആൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാലത്ത് ഫോണൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാൽ ഊണ് കഴിക്കാൻ നേരത്തെ എല്ലാവരും ഒരുമിച്ചില്ലാത്തതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഊണൊക്കെ കഴിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറക്റ്റ് ആ സമയത്ത് ഞാൻ പറഞ്ഞ അമ്പാടി ഫുഡ് കഴിക്കാതിരിക്കണം. നേരത്തെ നല്ല വാശിക്കാരനായിട്ട് നമ്മുടെ ഓണം സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.